നമസ്കാരം, മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ആലു പൊറോട്ടയുടെ ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ട് 1/4 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും വേണം. ഇതുകൂടാതെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് ചതച്ചത്, ഉപ്പ്, നെയ്യ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ജീരകവും വെള്ളവും വേണം. പിന്നെ അല്പം കടലമാവും വേണം. കടലമാവ് ഇട്ട് കഴിയുമ്പോഴത്തേനും ഇത് നല്ല സോഫ്റ്റായി കിട്ടും. ആദ്യം നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഉപ്പിടാം, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇടാം, ഗരം മസാലപ്പൊടി ഇടാം, മുളക് ചതച്ചത് ചേർക്കാം, ജീരകം ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്തേക്ക് ഇടാം. മല്ലിയില ഇടാം, നെയ്യ് ചേർക്കാം. നെയ്ക്ക് പകരം ഓയിലും ആകാം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം അല്പാൽപ്പം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി ലൂസുമല്ല, അധികം കട്ടിയുമല്ലാത്ത ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. ഈ കടലമാവ് ആദ്യം ഇടാൻ വിട്ടുപോയതായിരുന്നു. ഇനിയിപ്പോൾ കടലമാവ് ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി വെള്ളം വേണമെങ്കിൽ അതുകൂടെ ചേർക്കാം. ഇനി ഇതിനകത്തിടുന്ന മസാല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ജീരകം, മല്ലിയിലയുടെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാം. ഇപ്പോൾ ഈ ഒരു നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് ഈ മാവിട്ടൊന്ന് പരത്തിയെടുക്കാം. കയ്യിൽ അല്പം വെള്ളം തേച്ചിട്ട് വേണം മാവ് പരത്തിയെടുക്കാൻ. ഈ സമയത്ത് തീ തീരെ കുറച്ചിടണം. അതുപോലെ ഈ പാനിലൊട്ടും എണ്ണ തേക്കണ്ട. മാവ് ഇടുന്ന സമയത്ത് പാനിൽ എണ്ണ തേക്കണ്ട. തേച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റില്ല. കനം കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ. അട പരത്തുന്നത് പോലെ കൂടുതൽ മാവ് വരുന്നത് നമുക്കിങ്ങനെ വടിച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണേ. ഒരു 40-45 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഈ സൈഡായിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിൽ അല്പം നെയ്യോ ഓയിലോ തേച്ച ശേഷം നമുക്കിത് തിരിച്ചിടാം. ഈ ഭാഗത്തും അല്പം നെയ്യ് തേക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മൊരിയിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അതുപോലെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഈ സൈഡും 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനി പാനിൽ നിന്ന് മാറ്റാം. ഇതേ മാവ് തന്നെ അല്പം കൂടെ വെള്ളമൊഴിച്ച് ലൂസാക്കി എടുത്തിട്ട് നമുക്കിത് തവി കൊണ്ട് പരത്തിയും ദോശ പോലെ ചുട്ടെടുക്കാം. ഇതും വളരെ കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണേ. ഈ രീതിയും നല്ല എളുപ്പമാണ്. നമുക്കിതിനെ അടച്ചു വെക്കാം. ഇതൊരു 40-45 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഈ സൈഡ് ആയിട്ടുണ്ടാവും. വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിൽ നമുക്ക് നെയ്യ് പുരട്ടാം. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. 2 സൈഡിലും നെയ്യ് പുരട്ടി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് മൊരിച്ചെടുക്കാം. പിന്നെ ഈ ഒരു ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ ചട്ടുകം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ 2 സൈഡിലും നല്ലപോലെ പ്രസ് ചെയ്ത് വേണം ഇതെടുക്കാൻ. അപ്പം കൂടുതൽ വെള്ളമയം ഉള്ളതുകൊണ്ട് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ആലു പൊറോട്ട ഉണ്ടാക്കുന്നതിൽ എളുപ്പത്തിൽ ആലു പൊറോട്ടയുടെ ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട. ഒരു അച്ചാറോ സലാഡോ മതിയാവും. അപ്പോൾ ഇതൊന്നും എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.